നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബനാന കൊണ്ടൊരു ഹൽവയാണ്. വെറും 15 മിനിറ്റ് കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം അല്ലേ. ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാലിപ്പൂവൻ പഴമാണ്. 8 എണ്ണം തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് പഴത്തിലും വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. പഴം എല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. 4 സ്പൂണ് ശർക്കര പൊടിച്ചതാണ്. പിന്നെ വേണ്ടത് 3 സ്പൂണ് നെയ്യ്, പിന്നെ ഏലക്കപ്പൊടിയാണ്. 1 ഏലക്കയുടെ പൊടി മതിയാവും. ഈ 8 പഴത്തിന് 1 ഏലക്കയുടെ പൊടി മതി. ഇതെങ്ങനെ ചെയ്തെടുക്കേണ്ടത് നോക്കാം. അതൊരു നോൺ സ്റ്റിക്ക് പാന് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ 3 സ്പൂൺ നേരത്തെ എടുത്ത് വെച്ച നെയ്യ് ഉണ്ടല്ലോ, അതിലത്തെ 1 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ മിക്സിയിൽ അരച്ച് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 15 മിനിറ്റ്സാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ നമ്മൾ അത് 15 മിനിറ്റ്സ് ഫുള്ളായിട്ട് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. ഇതിപ്പോൾ 5 മിനിറ്റായിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള 2 സ്പൂൺ നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടിച്ച് വെച്ച് ശർക്കര ചേർത്തിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. കൃത്യം 15 മിനിറ്റിൽ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏലക്കപ്പൊടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ആക്കാം. നെയ്യ് പുരട്ടിയ ഒരു ബൗളിലേക്ക് ഹൽവ സെർവ് ചെയ്യാം. എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ബനാന ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം.